മാസ്റ്റർക്കും മറ്റു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളിലുള്ള ദീർഘവീക്ഷണത്തെ കണ്ടെത്തി ഞങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച ശ്രീ ജനകരത്നം മാസ്റ്റർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ഒരു ഗെറ്റൗട്ട്, ആ ഗെറ്റൗട്ട് വാങ്ങി നമ്മൾ ക്ലാസ്സിന് പുറത്ത് തന്നെ കിട്ടും, പുറത്തൊന്നും പോവില്ല. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ, അങ്ങനെ ഓർമ്മകളൊക്കെ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടി. എല്ലാവരും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞോ? ചായ കുടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല? ഓക്കെ, അതിപ്പോഴൊന്നും കഴിയില്ല. അങ്ങനെ കുറെ കറങ്ങി നടന്ന അസ്ലമിനെ ഏകദേശം കൂടുതൽ ആൾക്കാർക്കും അറിയണ്ടോ? പ്രത്യേകിച്ച് രാജുവേട്ടന്റെ കടന്റെ മുമ്പിൽ നിന്നിട്ട് എല്ലാവരും യാത്രയാക്കിയതിനു ശേഷം മാത്രമേ അസ്ലം ഇവിടുന്ന് ബസ് കയറി പോകാറുള്ളൂ. 6:30 മണിക്കാണ് എന്റെ നാട്ടിലേക്കുള്ള ബസ്, ഒരേ ഒരു ബസ് വരുന്നത് നാട്ടിലേക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോഴേ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ സമ്മാനം നമ്മൾ കൊടുക്കുന്നത് ആരുടെ കയ്യിലാണ് 25 പൈസ കോയിൻ ഉള്ളത്? കുറെ ആളുണ്ടെങ്കിൽ നെറുക്കിടേണ്ടി വരും. 25 പൈസ കോയിൻ കയ്യിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഏത് ഇയർ? 1997 to 2004. ഇപ്പൊ കുറെ കാലം ഉണ്ടായിരുന്നു ഇവിടെ. ധന്യക്ക് 25 പൈസയുടെ സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. പ്ലീസ്. അവരവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം ചെയറിന് താഴെ ഒരു കടലാസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടിയവർക്കുണ്ട് സമ്മാനം. പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയ തൊട്ടപ്പുറത്തെ ചെയർ തപ്പയോ? കമോൺ, കിട്ടിയാൽ പെട്ടെന്ന് ഓടി ഓടി സ്റ്റേജിലേക്ക് കയറുക. ഓടി കയറാൻ മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് ആ ചെയറും കൊണ്ട് ഓടി വരണം. ഒരു കുട്ടി കിട്ടിയ ഇല്ല 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 മോനല്ല, ആ പവിത്ര സാർ തല്ലാൻ പോയത് ചേരണ്ട്. ഇയോനൊക്കെ സമ്മാനം അടിച്ചിരിക്കുകയാണ്. വാങ്ങള് കയറി കയറി സ്റ്റേജിൽ കയറി. ഷാരൂണിന് സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. ഒരു സമ്മാനം കൂടി ഉണ്ടല്ലോ, ആർക്കും കിട്ടിയിട്ടില്ലേ? ഒന്നുകൂടി ഉണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാം, പെട്ടെന്ന് നോക്കിയാൽ കിട്ടും. ചെയറുണ്ട്. ആരാ രമേശന് തപ്പിയാണെന്നാ കിട്ടും. ഒരു ക്ലാപ്പ് കൊടുക്ക്, ക്ലാപ്പ് കൊടുക്ക്. 50-50. അപ്പൊ സമ്മാനങ്ങൾ തീരുന്നത് വരെ ഇങ്ങനെ നിങ്ങളെ പഴയകാല കോളേജിലെ ഓർമ്മകളിൽ പോവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾക്ക് വന്ന് പോവാന്നാണ് ഏറ്റവും നല്ല കൂവലിന് സമ്മാനം. മറക്കണ്ട, ഡയമണ്ട് നെക്ലേസ്, സ്വർണ്ണ നാണയങ്ങൾ, റാഡോ വാച്ചസ്, അതൊക്കെയാണ് സമ്മാന പൊതിയിലുള്ളത്. പെട്ടെന്ന് പെട്ടെന്ന് നീ അഭിനന്ദനേക്കാൾ കൂടുതൽ വെച്ചത് ആരാണ്? പറ പറ. കുറച്ചുകൂടി ശബ്ദത്തിൽ ചിലപ്പോ അഭിനയം കൂടും. സമ്മാനപ്പെടുത്ത് ഒഴിവാക്കിയ ഇവൻ ജയിച്ചിരിക്കുന്നു. ഇവനേക്കാൾ വലിയ കൂവല് പറയുന്നു.
റെഡി അല്ലേ കല്ലോ? രണ്ട് പാർട്ടിസിപ്പന്റ് ഇവിടെ ഉണ്ട്, ഇവരാ കൺസിഡർ ചെയ്തില്ല. അയ്യോ, മക്കളെ പേരെന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിന്റെ യെല്ലോ ആണോ? യെല്ലോ. ശ്രീലക്ഷ്മി. മോളുടെ പേര് ഇഷ. ഇഷാഡിയോ. അച്ഛന്റെ പേരെന്താ? വിനോദ്. ഓക്കെ. കൈവന്നിച്ച് ഉത്തരം പറയുന്നവർക്ക് സമ്മാനം. ആദ്യമേ പറയാം, കോളേജിലെ പ്രിൻസിപ്പാളിന് മാത്രം ഈ ഒരു ചോദ്യത്തിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. ആദ്യമായിട്ട് പ്രിൻസിപ്പാളിനോട് അനുവാദമില്ല എന്നൊരു സ്റ്റുഡന്റ് പറയാണ്. JB's കോളേജ് തുടങ്ങിയ വർഷം ഓടി ഓടി വാ, ഓടി ഓടി വാ. പവിത്ര മാഷ് 50-50 അടിക്കാൻ നോക്കിയായിരിക്കും. പവിത്ര സാർ ഇപ്പഴും പറഞ്ഞു കൊടുത്ത്. ചിത്രം, മോഹൻലാലിന്റെ ചിത്രം എന്ന സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ചിത്രം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് വിഷ്ണു. വിഷ്ണു വിഷ്ണു. വിഷ്ണു കറക്റ്റ് ആൻസർ. സമ്മാനം കൊടുക്കാം. വിഷ്ണു. VISHNU. അച്ഛൻ്റെ അമ്മയുടെ പേര് പറ. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്. ആരാണ് JB's കോളേജിൽ പഠിച്ചത്? അമ്മയുടെ അമ്മ പഠിച്ച വർഷം. അതിനിടയിൽ കുറച്ച് മിഠായി എടുക്കുന്നുണ്ട്. ഓക്കെ, മാത്രം ഒരു കൈ കൊണ്ട് മാത്രം ക്യാച്ച് ചെയ്യുന്നതാണ്. കല്ല് അവിടെ ഇവിടത്തേക്ക് വരണം. ഒരു കൈ കൊണ്ട് മാത്രം ക്യാച്ച് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം. ഓരോ അർത്ഥമല്ലോ. ഓക്കെ, റെഡി? ആദ്യമായി കൈവന്നിച്ച അവിടെയാണ്. ആദ്യമായി കൈവന്നിച്ച അതാണ്. ഇവിടെ കിട്ടി. ഓക്കെ, സൂര്യക്ക് സമ്മാനം പ്ലീസ്. സ്റ്റേജ് കയറട്ടെ. കല്ലോ സമ്മാനം തീർന്നോ? ഒരു ക്ലാപ്പ് കൊടുക്കാം എല്ലാവരും. To the family. Ramesh and family. പെട്ടെന്നോ? ഒരു ക്ലാപ്പ് കൊടുക്കാം. സമ്മാനം കിട്ടാത്ത അസൂയകളിൽ ക്ലാപ്പ് ചെയ്യാൻ മടിയുണ്ടാവും, അതറിയാം. എന്നാലും കൊടുക്കാം ക്ലാപ്പ്. നെക്സ്റ്റ് സഫാർ കുട്ടികൾക്ക് കിട്ടി. ഓക്കെ, 6 കപ്പിൾസ് സ്റ്റേജിലേക്ക് വരാൻ ധൈര്യമുള്ളത്. എന്താണെന്ന് പറയുന്നില്ല. ഒരു സർ വേണമെന്നുണ്ട്. തീർച്ചയായും വേണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന 1-2 ആൾക്കാരുണ്ട്. ഒന്ന് അംബിക ടീച്ചർ വന്നിട്ടുണ്ട്, പിന്നെ ലതിക ടീച്ചർ. അതാ നെക്സ്റ്റ് സ്റ്റുഡൻസിലെ JBCNസിലെ ആരില്ലേ? ഫാമിലി പ്ലീസ് കം. ഫസ്റ്റ് ക്ലാപ്പ്. എവിടെ? കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ അവിടെ ഏൽപ്പിക്കാം. വന്നോ ഫാമിലി. ഭാര്യയും ഭർത്താവ് രണ്ടുപേരും വേണം. ഭർത്താവിനെ സാരി ഉടുപ്പിക്കുന്നതോ? ഏറ്റവും നന്നായി സാരി ഉടുപ്പിക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന് അതിനനുസരിച്ച് നിന്നുകൊടുക്കുന്ന ഭർത്താവിനും വളരെ വിലയേറിയ വിലപ്പെട്ട ഒരു സമ്മാനം ഉണ്ടായിരിക്കുകയാണ്.
സമയമുണ്ട്. ഇന്നവരെ മര്യാദയ്ക്ക് എന്റെ ബാഗ് സാരി കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെങ്ങനെ കൊടുത്തില്ല. Okay, only 3 minutes. Please stop. Stop. തുടങ്ങിക്കോ. എല്ലാവരും മുന്നോട്ടേക്ക് വരാം. മുന്നോട്ടേക്ക് വരാം. മറ്റുള്ളത് കാര്യങ്ങൾക്ക് ഒരു പരിചയമായി നടന്ന ഇങ്ങോട്ട് എങ്ങനെയാണ് ഗംഗാരത്ത് പ്രശാന്തന് നിക്ലിയാവുന്നു. വെറൈറ്റി ഗുജറാത്തി സ്റ്റൈലൊക്കെ താല്പര്യപ്പെട്ടോ. ഗംഗാരത്ത് താല്പര്യം പൗളാണത്. ഗംഗാരത്ത് സാറിനെ നമ്മുടെ മത്സരത്തിൽ നിന്നും എന്താ പറയാ ഒഴിവാക്കേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നു. വരുന്ന സെബാസ്റ്റ്യൻ എന്ത് തോന്നുന്നു? താലി ഉടുപ്പിക്കുമ്പോൾ എന്ത് തോന്നുന്നു സെബാസ്റ്റ്യൻ? എന്തെങ്കിലും തോന്നുന്നോ? അല്ല തുക തോന്നുന്നു. ധനേഷ് എന്താ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. പാവം അവരെ പറ്റിയ താലി ഉടുപ്പോൾ വന്നിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം സ്വയം കൊടുത്തതാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഗംഗാരം സാറാണ് ഭാര്യയെ എപ്പോഴും താലി ഉടുപ്പിക്കണമെന്ന് തോന്നുന്നു. നടക്കില്ല എന്ന് മനസ്സിലായി. ഒരാളുടെ ബാക്കിയുണ്ട്. ഓക്കെ. ഇതിന്റെ ജഡ്ജസ് ആയി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ലതിക ടീച്ചറെയും അംബിക ടീച്ചറെയുമാണ്. രണ്ടുപേരെയും വിനീതമായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. 4 പേരാണ് വളരെ ഭംഗിയായി സാരി കൊടുത്ത് വന്നിരിക്കുന്നത്. അതിൽ എവിടെ ജഡ്ജസ് എവിടെ? പ്ലീസ്. പവിത്ര സാർ ജഡ്ജസിനെ പ്ലീസ് വെൽക്കം. Please come to the stage. Wonderful, Mrs. Sebastian and Mr. Sebastian. ഇപ്പോൾ എന്താ വിളിക്കണം? മിസ്റ്റർ സെബാസ്റ്റ്യൻ ഓർ മിസ് സെബാസ്റ്റ്യൻ? പറയൂ. മിസ്റ്റർ സെബാസ്റ്റ്യൻ വളരെ ഭംഗിയായി സാരി ഉടുപ്പിച്ച മിസ്റ്റർ സെബാസ്റ്റ്യന്റെ ഭാര്യ ഷൈബി വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ജഡ്ജസിനും സമ്മാനം വാങ്ങിക്കോളൂ. നല്ലത് തരുന്നുണ്ട്. ഷൈബിക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2002 PG ബാച്ചലർ. സാരി കൊണ്ട് പോരെ. വെരി ഗുഡ്. നല്ല സദ്യ ഉണ്ടാവും. 12 മണി കഴിഞ്ഞു. 1 മണിയോടുകൂടി നമുക്ക് സദ്യ ഉണ്ടാവുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. പ്രത്യേകിച്ച് JB പഴയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിൽ. എന്താ പേര്? ഷൈന വിനോദ്. ഏത് ഇയറാണ് പഠിച്ചത്? 85-87 PDCക്ക് പഠിച്ച നമ്മുടെ വാനമ്പാടി ഷൈന വിനോദ്. പ്ലീസ്. ഇന്നു വരും ഭവാൻ, നാളെ വരും ഭവാൻ, എന്നും മനസ്സിൽ കണക്കു കൂട്ടും
ചാറ്റലായി തോന്നിടുന്നു. ഇന്നു വരും ഭവാൻ, നാളെ വരും ഭവാൻ, എന്നും മനസ്സിൽ കണക്കുകൂട്ടും. പൊന്നിൽ കുളിച്ച കിനാക്കളുമായിതാ പൊന്നോണനാളും പൊന്നുപോയി. ഇന്നു വരും ഭവാൻ, നാളെ വരും ഭവാൻ. ആദ്യത്തെ ഓണത്തിൽ ഈ തിരുവോണത്തിൽ ആ മുഖം കാണാൻ തുറങ്ങുമോ ഞാൻ? ആദ്യത്തെ ഓണത്തിൽ ഈ തിരുവോണത്തിൽ ആ മുഖം കാണാൻ തുറങ്ങുമോ ഞാൻ? ആടയും വേണ്ട, ആഭരണം വേണ്ട, ആത്മനാഥ ഭവാൻ പോരുമെങ്കിൽ. ആടയും വേണ്ട, ആഭരണം വേണ്ട, ആത്മനാഥ ഭവാൻ പോരുമെങ്കിൽ. ഇന്നു വരും ഭവാൻ, നാളെ വരും ഭവാൻ, എന്നും മനസ്സിൽ കണക്കുകൂട്ടും. പൊന്നിൽ കുളിച്ച കിനാക്കളുമായിതാ പൊന്നോണനാളും പൊന്നുപോയി. പൊന്നോണനാളും പൊന്നുപോയി. ഇവിടെ ഗംഗാരൻ സാറും സത്യൻ സാറും ഒരു പാട്ട് പാടണമെന്നുണ്ട്. വളരെ വലിയ ഗായകരാണെന്നുള്ളത് ചിലപ്പോൾ ഇവിടെ പലർക്കും അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയായിരിക്കാം. ഗംഗാരൻ സാറും സത്യൻ സാറും महामंगले पुण्यभूमे पदर्ते पदद्वेषकायो नमस्ते नमस्ते. അതിനാ പോരെ പോരെ മതിയോ? പോരാന്ന് വാസു സാറും കൂടി പറഞ്ഞു. അപ്പൊ ഇനി എന്തായാലും ചെയ്യണം. हिन्नडि मीनाक्षी नी सोन्नदी अन्नाची एतोडु नी सोन्न बाती कातोडु पोराजी. हिन्नडि मीनाक्षी नी सोन्नदी अन्नाची एतोडु नी सोन्न बाती कातोडु पोराजी. எந்த நுதட்டில் நிறந்திருக்கும் படரசம், அந்த மரத்தில் மறந்திருக்கும் துடி வீசம். இந்த நுதட்டில் நிறந்திருக்கும் படரசம், அந்த மரத்தில் மறந்திருக்கும் துடி வீசம். கண்ணன் தனிமையிலே பாட ஏறாதை தன் வழியே ஓட. இந்த தீர்ப்பு தாங்குமோ என் மனம்? ஒரு நூலில் ஆடுகின்ற ஊஞ்சல் போன்றுதடி காலம் மாறுகின்ற உண்மனம். ഒരു മണം ഇളവത് ഒരു മണം നിലവത്. ഇത് ഞാൻ ഈ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കലോത്സവം നടക്കുന്ന സമയത്ത് പാടിയൊരു പാട്ടായിരുന്നു. പക്ഷേ അത് ഒരു 30 വർഷമായിരിക്കുന്നു തോന്നുന്നു. 30 വർഷം മുമ്പ് പാടിയ പാട്ടാണ്. ഇന്ന് നമ്മൾ എത്രയോ കാലങ്ങളായി അധ്യാപന രംഗത്ത് വന്നതുകൊണ്ട് ശബ്ദമൊക്കെ അതിൻ്റെ പഴയ ആ സുകുമാരത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ക്രാക്ക് അറിയുന്നുണ്ട്. താങ്ക് യു ഫോർ ഓൾ ദ സ്റ്റുഡൻസ് who conducted this program. I am also one of the early student of this institution. I am also a teacher, born as a teacher in this institution. I am proud to be the party club teachers. Thank you all. There is a lovely thing. Duck can play in the spring. Duck can cute in a pot. In a puddle brown and good. In a river blue and green.
silver green, in a fountain pencil bright, in a picture frosting gold, in a bubble pink and gold, in a happy summer sea, just as rain can be. In the rainbow far and colored, every color in the world, all years from spring to spring, water is a lovely thing. കായലരികത്ത് വലയറിഞ്ഞപ്പോൾ അഴകിയൊക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കൊടിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കണ്ണിനാലെൻ്റെ കരളിൻ്റെ ഉരുളിയിൽ എണ്ണ കാച്ചിയ മന്ദരം കൽവിതറിഞ്ഞപ്പോഴെന്ന് നമ്മൾ കയറ് കൊട്ടിയ പമ്പരം. കട്ടിരിക്കുമായിരുന്നു. സാധാരണ കട്ട് പുറത്തു പോകാറുണ്ട്. കട്ട് ചെയ്തിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ ഇരിക്കും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെ സ്റ്റൈലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിത കേൾക്കാനും കൂടി വേണ്ടിയിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കവിത ചൊല്ലുന്നൊരു അധ്യാപകനാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാൻ വേണ്ടി നമ്മുടെ മലയാളം സർ. ഹലോ പ്രിയമുള്ളവരെ, കവിത ഉറങ്ങിക്കിടക്കുന്ന മനസ്സായി ഇപ്പം എൻ്റെ. എന്നാലും ഒരു 4 വരി പാട്ട് റെഡിമെയ്ഡ്. കട